പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന അവിടുത്തെ സ്വർഗീയ തിരുവചനങ്ങളെ പകുത്തെടുപ്പാൻ നമുക്ക് അവസരമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം. തമ്പുരാൻ സ്വയം വെളിപ്പെടുത്തിയ തമ്പുരാൻ്റെ യോഗ്യതകളെക്കുറിച്ചാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ നാം കേട്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന കർത്താവിൻ്റെ പ്രഖ്യാപനമാണ്. അതോടെ ഒരു ചിന്ത കൂടെ ഇന്ന് ചേർത്ത് വയ്ക്കട്ടെ. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം. യേശുമശിഹ പറയുന്നു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും ആകുന്നു. 3 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ചത്. ഇതിൽ ചിലത് നാം മുൻപ് ചിന്തിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്, ഞാനാണ് എല്ലാം. വഴിയറിയാതെ ഉഴലുന്നവരോട് കർത്താവ് പറയുന്നു, ഞാനാണ് വഴി. ഇന്നത്തെ തലമുറയിൽ ഒരുപാട് പേരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന് വഴിയറിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വഴി കർത്താവാണ്. എവിടേക്കുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? ഒരു മനുഷ്യ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിലെത്തുക, മോക്ഷത്തിലെത്തുക എന്നുള്ളതാണ്. അവിടേക്കുള്ള വഴിയാണ് തിരിച്ചറിയേണ്ടത്. ഒരുപക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പല മാർഗങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ദൈവസന്നിധിയിലെത്തുവാൻ പല മാർഗങ്ങളില്ല, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാകുന്ന വഴിയാണ്. മറ്റൊരാളും പാപിക്ക് പകരം പ്രായശ്ചിത്തയാഗമായി തീർന്നിട്ടില്ല. മറ്റൊരാളും തന്നെ യാഗാർപ്പണം നടത്തിയിട്ടില്ല. മറ്റൊരാളും പാപിയെ പരിത്രാണം ചെയ്യുവാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് വ്യക്തമായി നാം തിരിച്ചറിയണം. വഴിയറിയാതെ ഉഴലുന്നവർ വഴി കണ്ടെത്തുവാൻ യേശുക്രിസ്തുവിലേക്ക് എത്തണം. വേറെ ഒരു വഴി ഒരിക്കലും നമുക്ക് രക്ഷയ്ക്ക് ഉതകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വഴികൾ പലതുണ്ടായിരിക്കാം. എന്നാൽ നടക്കേണ്ട വഴിയിലൂടെ നടന്നല്ലാതെ വാതിലിലെത്താൻ കഴിയില്ല. മുൻപ് നാം കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ വാതിലാകുന്നുവെന്ന് കർത്താവ് വിളംബരം ചെയ്തത്. ആ വാതിലിലേക്ക് എത്തുവാനുള്ള വഴി യേശുക്രിസ്തു തന്നെയാണ്. വഴിയും വാതിലുമായവൻ അവനേകനാണ്. അപ്പോൾ മറ്റു വഴിയിലൂടെ നടന്നാൽ ഈ വാതിലിലെത്താൻ ഒക്കില്ല. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ യേശുവാകുന്ന വഴിയിലൂടെ തന്നെ നടക്കണം. വഴിയറിയാതെ ഉഴലുന്നവർക്ക് അവൻ വഴികാട്ടിയാണ്. വഴിയും വഴികാട്ടിയുമായവൻ. ഈ കർത്താവിലൂടെ അല്ലാതെ നമുക്ക് ആ പരമാനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവനിലേക്ക് എത്തണം നമ്മുടെ ജീവിതം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇന്ന് നമ്മളെ വിളിക്കുന്നത്. വഴി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വഴി കർത്താവാണ്. ഇന്ന് അനേകം പേർ ക്രൈസ്തവ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വഴി അറിഞ്ഞിട്ടല്ല അവർ ക്രൈസ്തവ ജീവിതം നയിക്കുന്നത്. ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ തന്നെ അവർ പാപജീവിതവും ഒപ്പം നയിക്കുന്നുണ്ട്. വഴി അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ആകാൻ കഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വഴി അറിയുന്ന ഒരു വ്യക്തിക്ക് ആ വഴിയിലൂടെ നടക്കാൻ കഴിയും. വഴി അറിയാത്തത് കൊണ്ടാണ് ചഞ്ചലപ്പെടുന്നത്. ഇന്ന് പലപ്പോഴും ആളുകൾ 2 വഴിയിലൂടെ ഒരേ സമയം നടക്കാൻ ശ്രമിക്കുകയാണ്. വഴിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അച്ഛനൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുവാൻ പാരലായ 2 വഴികളുണ്ട്. ഒരു വഴി വളരെ വിശാലമേറിയ വഴിയാണ്. അത് ഈ ലോകത്തിൻ്റെ വഴിയാണ്, പാപത്തിൻ്റെ വഴിയാണ്, അന്ധകാരത്തിൻ്റെ വഴിയാണ്, സുഖലോലുപതയുടെ വഴിയാണ്, ഈ ലോകാസ്വാദനങ്ങളുടെ വഴിയാണ്. ആ വഴിക്ക് വളരെ വീതി കൂടുതലാണെങ്കിലും ഭയങ്കര തിക്കും തിരക്കുമാണ്. കാരണം അതിലുള്ള സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന് പാരലായി മറ്റൊരു വഴി പോകുന്നുണ്ട്. അത് വളരെ നാരോ ആയിട്ടുള്ള വഴിയാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. നൂണ്ട് കടന്നല്ലാതെ അതിലൂടെ പല സ്ഥലത്തും മുന്നേറുവാൻ കഴിയില്ല. ആ വഴി വളരെ ഇടുങ്ങിയതാണെങ്കിലും അതിനകത്ത് തിക്കും തിരക്കും തീരെയില്ല. കാരണം യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇതിലേത് വഴിയിലൂടെയാണ്
നമ്മുടെ നടപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടത്. നിശ്ചയമായിട്ടും ആത്മാർത്ഥമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വിശാലമായ വഴിയിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനിക്കും, ഞാൻ വഴി മാറി ഇടുങ്ങിയ വഴിയിലേക്ക് കയറണം. തീരുമാനിച്ചു, വഴി മാറി ഇടുങ്ങിയ വഴിയിലേക്ക് കയറി. തൊട്ടടുത്ത് തന്നെയാണ് ഈ മറ്റേ വഴിയുമുള്ളത്. കുറച്ച് നാൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്, ആസ്വാദനങ്ങളില്ല, ആനന്ദങ്ങളില്ല. പലപ്പോഴും ലോകത്തിൻ്റെ സുഖലോലുപതകളെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മോഹം ജനിക്കുകയാണ്, എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ ആ വഴിയിലേക്കൊന്ന് കയറാം. അപ്പോൾ വഴി ഒരു ചുവട് മാറ്റിവെച്ച് വിശാലമായ വഴിയിലേക്ക് കയറി. അങ്ങനെ ആനന്ദിച്ച് ആസ്വദിച്ച് ജീവിത സുഖങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഇതുപോലൊരു സന്ദേശം കേൾക്കുന്നത്. അയ്യോ, അബദ്ധമായി പോയല്ലോ, എനിക്ക് ഈ വഴി ഇപ്പോൾ മാറാൻ അവസരമുണ്ട്. അപ്പോൾ വീണ്ടും ചുവട് മാറി ഇടുങ്ങിയ വഴിയിലേക്ക് മാറും. ഇങ്ങനെ എത്ര വട്ടം വഴി മാറി പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇപ്പോഴേത് വഴിയിലാണ് നിൽക്കുന്നത്? വിശാലമായ വഴിയിലോ അതോ ഇടുങ്ങിയ വഴിയിലോ? ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ഒരു ദിവസം ഈ ഭൗമലോക ജീവിതത്തിന് തിരശ്ശീല വീഴും. എപ്പോഴാണെന്ന് ഒരു ഉറപ്പും ഇല്ല. കാരണം നമ്മുടെയൊന്നും ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഈ തിരശ്ശീല വീഴാം. തിരശ്ശീല വീഴുമ്പോൾ നമ്മൾ ഏത് വഴിയിലാണോ നിൽക്കുന്നത്, പിന്നെ അതിലൂടെ പ്രവേശിക്കാൻ പറ്റുന്നിടത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. ഉറപ്പാണ്, യാതൊരു തർക്കവുമില്ല. ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴുന്നിടത്ത് ഞാൻ ഏത് വഴിയിൽ നിൽക്കുന്നുവോ ആ വഴി അവസാനിക്കുന്നിടത്തേക്കാണ് പിന്നെ എനിക്ക് എൻട്രി. മരണം വരുന്ന നിമിഷം എനിക്കും നിങ്ങൾക്കും അജ്ഞമാണല്ലോ പ്രിയപ്പെട്ടവരെ. മരണദൂതനൊരു ക്ഷണിക്കപ്പെടാത്ത കോമാളിയായി പടികടന്നെത്തുന്നത് എപ്പോഴാണെന്ന്, എവിടെ വെച്ചാണെന്ന്, ആരുടെ അടുക്കലാണെന്ന് ആർക്കും അറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ജാഗ്രതയോടെ നമ്മുടെ വഴിയെ സൂക്ഷിച്ചു കൊള്ളേണ്ടതല്ലേ. അബദ്ധം പിണഞ്ഞുപോയി എന്ന് നാളെ പരിഭവിച്ചിട്ട് കാര്യമില്ല. എല്ലാം വ്യക്തമായി ദൈവവചനം സംസാരിക്കുകയാണ് നമ്മളോട്. അതുകൊണ്ട് വിവേകപൂർവം വഴി തിരിച്ചറിയുക, വഴി കണ്ടെത്തുക, യഥാർത്ഥ വഴിയിലൂടെ നടക്കുക. ദൈവാത്മാവ് നമുക്ക് അവസരമൊരുക്കി തരികയാണ്. ആരെങ്കിലും ഇന്ന് തെറ്റായ വഴിയിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ തിരുത്തി തിരികെ വരുവാനുള്ള ആഹ്വാനമാണ് കേൾക്കുന്നത്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ തിരുത്തുന്നു, വീണ്ടും മടങ്ങുന്നു, വീണ്ടും കേൾക്കുമ്പോൾ തിരുത്തുന്നു, വീണ്ടും മടങ്ങുന്നു. ഇന്ന് പലരുടെയും ഏറ്റവും വലിയ സങ്കടവും പരാജയവും അതുതന്നെയാണ്. എന്നോട് വ്യക്തിപരമായി ചിലർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ കുറ്റബോധം തോന്നും, പാപബോധം തോന്നും, പശ്ചാത്തപിക്കും, ദൈവസന്നിധിയിലേക്ക് വരും. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ലോകമോഹങ്ങൾ എന്നെ ആസക്തിയോടെ മാടി വിളിക്കുമ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ട് ചുവട് മാറിപ്പോവുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തേണ്ടത്. വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി അവൻ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മഹത്വം ദർശിച്ചിട്ട് ഞാൻ അവനോടുകൂടെ സഞ്ചരിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വഴി മാറിപ്പോകുന്നത് എന്നുകൂടെ നാം വിലയിരുത്തണം. ഈ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിൽ മനസ്സുറച്ചു പോകുന്നത് കൊണ്ട്, അതാണ് ഏറ്റവും വലിയ സുഖമെന്ന് ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങോട്ട് വഴുതി പോകുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത് എത്ര മഹത്വം നിറഞ്ഞ ഒരു അനുഭവമാണെന്ന് വ്യക്തമായി ഒരു ബോധ്യം ഒരാൾക്ക് കിട്ടിയാൽ ആ ആൾ പിന്നെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ ചപ്പെന്നും ചവറെന്നും എണ്ണും. അതാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണിയവൻ, ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതാപ ഐശ്വര്യങ്ങളെയും ചപ്പെന്നും ചവറെന്നും എണ്ണിയവൻ. അവനങ്ങനെ എണ്ണിയിട്ട് ഏറ്റവും വിലയേറിയത് തിരഞ്ഞെടുത്തു. അതാണ് വിവേകത്തോടെയുള്ള തിരഞ്ഞെടുപ്പ്. യേശുമശിഹ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ വഴി നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു വയലിൽ ഒരു നിധി ഇരിക്കുന്നത് കണ്ടു. അയാളത് മറച്ചു വെച്ചു. എന്നിട്ട് പോയി തനിക്കുള്ള ഒരുപാട് സമ്പത്ത് വിറ്റു. അപ്പോൾ ഞാൻ ആ സംഭവം ഇങ്ങനെ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നിരിക്കണം. അതെല്ലാം ഇയാൾ വിറ്റപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാണിത് വിൽക്കുന്നത്, എന്തിനാണിത് വിൽക്കുന്നത്, എന്തിനാണിത് വിൽക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഇതിനേക്കാൾ ലാഭമുള്ള ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റേതായ അയാൾക്കുണ്ടായിരുന്നതെല്ലാം അയാൾ വിറ്റു. എല്ലാവരും പറഞ്ഞു അയാൾ മഠയനാണ്, മൂഢനാണ്, പൊട്ടനാണ്, വിവരദോഷിയാണ്. എന്നാൽ ഇയാൾ എന്തു ചെയ്തു?
ആ നിധി മറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥനോട് പോയി പറഞ്ഞു, ആ ഭൂമി ഞാൻ വിലയ്ക്ക് ചോദിക്കുന്നു, എനിക്കത് തരണം. അയാൾ ഒരു പക്ഷേ പറഞ്ഞു കാണും, ഞാൻ ഈ ഭൂമി വിൽക്കുന്നില്ല. അദ്ദേഹം മോഹവില പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വില നിങ്ങൾക്ക് ഒരിക്കലും ആയുസ്സിൽ കിട്ടാൻ പോകുന്നില്ല. അയാൾ മനസ്സിൽ പറഞ്ഞു, ഇയാൾക്കെന്താ ഭ്രാന്താണോ ശരിക്കും? അയാളത് മറച്ചു വെച്ചില്ല. താങ്കൾക്ക് ഇത്രയും വലിയ വില കൊടുത്ത് ഈ ഭൂമി വാങ്ങാൻ എന്താണ് താങ്കൾക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷേ അതെൻ്റെ മോഹമാണ്. അതിൽ ഞാൻ വലിയ ഒരു ലാഭം കാണുന്നുണ്ട്. മോഹവില കിട്ടിയപ്പോൾ അയാൾ ആ ഭൂമി ഇയാൾക്ക് വിൽക്കുന്നു. ആ ഭൂമി ഇയാൾക്ക് വിറ്റു. ഇയാൾ അതുവരെ സമ്പാദിച്ചത് മുഴുവനും കൊടുത്ത് ഈ ഒരു തുണ്ട് ഭൂമി അയാൾ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ലോകം മുഴുവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇയാൾ എന്തു വലിയ വിഡ്ഢിയാണെന്ന്. പക്ഷേ ആ ചെറിയ തുണ്ട് ഭൂമിയിലുണ്ടായിരുന്ന നിധി അയാൾ കുഴിച്ചെടുത്തു. ആ നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആളുകൾ അയാളെക്കുറിച്ച് അമ്പരന്നു. അയാൾ വിറ്റ് കളഞ്ഞതിനേക്കാൾ എത്രയോ വിലയേറിയ മൂല്യമുള്ള നിധിയാണ് അയാൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഈ വിലപ്പെട്ട നിധി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് അവനൊരുക്കിയ മഹത്വരാജ്യത്തിലെ ശാശ്വതവാസമാണ്. അത് കൈവശപ്പെടുത്താൻ വേണ്ടി ലോകത്തിൻ്റെ ഇമ്പങ്ങളെ വിടുന്നവൻ ബുദ്ധിമാനാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി, എനിക്കുണ്ടായിരുന്ന എല്ലാ പ്രതാപൈശ്വര്യങ്ങളെയും ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണി, എന്നിട്ട് ഞാൻ അമൂല്യനിധിയായവനെ സ്വന്തമാക്കി. ഈ വഴിമാറൽ അത് വിവേകത്തോടെയുള്ള തിരഞ്ഞെടുപ്പാണ്. ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചാൽ എനിക്ക് ലഭ്യമാകുന്ന മാണിക്യരത്നത്തെ എനിക്ക് എത്ര വിലയേറിയതാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പിന്നെ വിശാലമായ വഴിയിലൂടെ താൽക്കാലികമായ സുഖഭോഗങ്ങളിലേക്ക് വഴുതി മാറാൻ ഒക്കില്ല. അങ്ങനെ വഴുതി മാറുന്നവരൊന്നും ഈ വലിയ ലക്ഷ്യം കണ്ടവരല്ല. അവർണ്ണനീയമായ വില മതിക്കാനാകാത്ത മുത്തായവൻ എൻ്റെ സ്വത്തായി മാറുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ജഡീക സുഖങ്ങളിൽ മുഴുകി ഈ വിശാലമായ വഴിയിലൂടെ യാത്ര തുടരുന്നത്? ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഴി തിരിച്ചറിയുക, വഴി കാണിക്കുന്നവനെ തിരിച്ചറിയുക, വഴിയാകുന്നവനെ തിരിച്ചറിയുക, വാതിലാകുന്നവനിലേക്ക് എത്തുവാൻ വഴിയാകുന്നവനിലൂടെ വഴി നടക്കുക. അങ്ങനെ വഴിയാകുന്നവൻ വഴി നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുക. ദൈവം അതിന് നമ്മെ പ്രാപ്തരാക്കി തീർക്കട്ടെ. വീണ്ടും പറഞ്ഞു യേശു, ഞാൻ സത്യവും ആകുന്നുവെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ സത്യം? സത്യം എന്താണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും വളരെ ശക്തമാണ്. സത്യം യേശു ക്രിസ്തുവാണ്. സത്യം ദൈവമാണ്. ദൈവമാണ് നിതാന്ത സത്യം. ദൈവമല്ലാതെ മറ്റൊരു സത്യം ലോകത്തില്ല. എവിടെയൊക്കെ സത്യമുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട്. എവിടെയൊക്കെ ദൈവമുണ്ടോ അവിടെയൊക്കെ സത്യമുണ്ട്. ദൈവമുള്ളിടത്ത് സത്യമുണ്ട്, സത്യമുള്ളിടത്ത് ദൈവമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് സത്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ ആ മനുഷ്യനിൽ ദൈവമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അസത്യമാണ് ഉള്ളത് എങ്കിൽ, കാപട്യമാണ് ഉള്ളതെങ്കിൽ, വഞ്ചനയാണ് ഉള്ളതെങ്കിൽ, ചതിയാണ് ഉള്ളതെങ്കിൽ ആ മനുഷ്യനിൽ ദൈവമില്ല. അയാൾക്ക് ദൈവത്തെ അറിയില്ല. ഇന്ന് പലരും പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ പങ്കിടുന്നു, യോഗങ്ങൾ നടത്തുന്നു, പ്രഘോഷണങ്ങൾ നടത്തുന്നു. പക്ഷേ ജീവിതത്തിൽ ചതിയും വഞ്ചനയും കുതികാൽവെട്ടും കുലത്തൊഴിലായി കൊണ്ടു നടക്കുകയാണ്. അവരൊരിക്കലും സത്യത്തെ അറിഞ്ഞവരല്ല, സത്യത്തിൽ ചേർക്കപ്പെട്ടവരല്ല, ദൈവവുമായി ബന്ധമുള്ളവരല്ല. അവർ മനോഹരമായി നാടകമാടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് തൂക്കി നോക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഇന്ന് സത്യമായവനെ അറിയണം. സത്യത്തെ അറിയുക എന്ന് വെച്ചാൽ കർത്താവിനെ അറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യം പറയുക എന്ന് വെച്ചാൽ കർത്താവിനെ പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യം പ്രഘോഷിക്കുക എന്ന് വെച്ചാൽ കർത്താവിനെ പ്രഘോഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യത്തിലേക്ക് എത്തുക എന്ന് വെച്ചാൽ കർത്താവിലേക്ക് എത്തുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. സത്യത്തിൽ നടക്കുക എന്ന് വെച്ചാൽ കർത്താവിൽ നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യമായവനെ ഉൾക്കൊള്ളണം നമ്മൾ. നമ്മുടെ ജീവിതം കർത്താവിന് വിലയേറിയത് തന്നെയാണ്. അതുകൊണ്ട് സത്യമായവനിലേക്ക് നാം എത്തണം. നമ്മിൽ അസത്യത്തിനിടമുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മിൽ ഇടമില്ല എന്ന് തിരിച്ചറിയണം. കുടുംബജീവിതത്തിൽ എത്രത്തോളം സത്യത്തിനിടമുണ്ട്? ഇന്ന് പലരും പലരോടും പലതും മറച്ചു വയ്ക്കുന്നവരാണ്, മൂടി വയ്ക്കുന്നവരാണ്, നിഗൂഢതകൾ സൂക്ഷിക്കുന്നവരാണ്. സ്വന്തം ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിഗൂഢത സൂക്ഷിക്കുന്നവർ അസത്യവാദികളാണ്. അവർ ദൈവത്തെ കള്ളനാക്കുന്നവരാണ്. സ്വാഭാവികമായും ദൈവനിഷേധികളാണ്.
അതുപോലെ തന്നെ സ്വന്തം മക്കളോട് ചിലത് മറച്ചു വയ്ക്കുന്നവർ, മാതാപിതാക്കളോട് ചിലത് മറച്ചു വയ്ക്കുന്നവർ, സ്വന്തം പാർട്ട്ണറോട് ചിലത് മറച്ചു വയ്ക്കുന്നവർ, ചതിയും വഞ്ചനയും ജീവിതത്തിൽ സ്വാഭാവികമായും കൊണ്ടു നടക്കുന്നവർ, വളരെ കണ്ണിങ്ങായി കാര്യങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് തൻ്റെ ലാഭം മാത്രം നോക്കി മറ്റുള്ളവരെ പറ്റിക്കുന്നവർ, അവരൊക്കെ സത്യത്തിൽ നിന്ന് വളരെ ദൂരെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ അവരിൽ പലരുടെയും വേഷം ഭക്തൻ്റെ വേഷമാണ്. അവരിൽ പലരുടെയും നടപ്പ് ഭക്തൻ്റെ നടപ്പാണ്. അവരിൽ പലരുടെയും ഭാഷ ഭക്തൻ്റെ ഭാഷയാണ്. പക്ഷേ ജീവിതത്തിൽ സത്യവുമായി ഒരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അനേകരെ കബളിപ്പിക്കുന്നു എന്ന് പലരും, ദൈവവചനമെടുത്ത് അനേകരെ കബളിപ്പിക്കുകയും ചൂഷണം ചെയ്യുന്നു എന്ന് പലരും, ദൈവവചനത്തെ ഒരു വ്യവസായമായോ അല്ലെങ്കിൽ ഒരു കച്ചവട വസ്തുവാക്കിയോ മാറ്റുന്നു എന്ന് പലരും. ഇന്ന് പലരും ദൈവത്തെയും ദൈവവചനത്തെയും ഉപയോഗിച്ച് പല തന്ത്രങ്ങളും മെനഞ്ഞ് ആളുകളെ വശീകരിച്ച് അവരുടെ പക്ഷത്ത് ചേർത്ത് അവരെ കബളിപ്പിക്കുകയാണ്. സ്വാഭാവികമായും സത്യവുമായും അവർക്കൊരു ബന്ധവുമില്ല. സത്യം പറയുന്നവരെ അവർ ഉൾക്കൊള്ളാനും തയ്യാറല്ല. ജനത്തിനൊരു വലിയ കുഴപ്പമുണ്ട്, എപ്പോഴും ലാഭേച്ഛയുള്ളവരാണ്. ഈ നാളുകളിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മീഡിയകളിൽ വരുന്ന ചില വാർത്തകൾ എന്നെ പൊട്ടിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയും ചിലപ്പോൾ ഇരുന്ന് ഊറിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മലയാളി വിദ്യാസമ്പന്നനാണ്, ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് മലയാളികൾ, ഒരുപാട് അറിവുള്ളവരാണ്. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും മലയാളി എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിവേറെ ഉള്ളതുപോലെ മലയാളിക്കുള്ള വേറെ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ആർത്തി എന്നാണ്. അറിവും ആർത്തിയും ഒരുപോലെ മലയാളിക്കുണ്ട്. ഇത്രമാത്രം അറിവുണ്ടായിട്ടും അതിൻ്റെ മുകളിൽ ആർത്തിയുള്ളത് കൊണ്ട് ഈ ആർത്തിയുള്ള മലയാളി ആർത്തി മൂത്തിട്ട് കൊള്ള ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊള്ള ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സമ്പാദ്യം മുഴുവനും കൈമോശം വന്ന ചില ആളുകളെക്കുറിച്ച് കഴിഞ്ഞ നാളിൽ അറിയാനിടയായി. ഒരിക്കലും അധ്വാനിച്ചല്ലാതെ നേടാൻ പറ്റുന്ന ലാഭങ്ങളിലേക്ക് ആരെങ്കിലും മനസ്സ് വെച്ചെങ്കിൽ അത് ആർത്തിയാണ്, അത്യാർത്തിയാണ്. അത്യാഗ്രഹം എന്നാണ് വചനം അതിനെ വിളിക്കുന്നത്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ മുടക്കുന്ന മുതലിൻ്റെ ഇരട്ടി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങളും കോടികളും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നവർ പമ്പരവിഡ്ഢികളായ ആർത്തിക്കാരാണ്. അവരുടെ കാശങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് സങ്കടം വരും. പക്ഷേ എനിക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടവർ എന്നോട് പരിഭവമൊന്നും തോന്നരുത്, കല്ലെടുത്ത് എറിയരുത്, എന്നെ ശപിക്കരുത്, ദുഷിക്കരുത്. എന്തിനാണിങ്ങനെ ആർത്തി? അധ്വാനിച്ച് നേടണം. ഇന്ന് കുറേ ആളുകൾ ഇങ്ങനെ ലോട്ടറി എടുത്ത് തന്നെ ജീവിക്കുകയാണ്. ചാക്കിൽ കെട്ടിയാണ് ചിലർ ലോട്ടറി ടിക്കറ്റ് കട്ടിലിനടിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ചില ആളുകൾ അവരുടെ ആയുസ്സിലെടുത്ത ലോട്ടറി ടിക്കറ്റിൻ്റെ വില കണക്ക് കൂട്ടിയാൽ 1 കോടി രൂപ വരും. ഇന്നും അത്താഴപ്പട്ടിണിക്കാരാണ്. ആ 1 കോടി രൂപ വലിയ മോഹസ്വപ്നങ്ങൾ കണ്ട് ലോട്ടറി എടുക്കാൻ കൊടുക്കാതെ അത് കൂട്ടിവെച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾ കോടീശ്വരനായിരുന്നു. ഇന്ന് ഉപയോഗശൂന്യമായ കുറേ ടിക്കറ്റുകളാണ് കെട്ടി കട്ടിലിനടിയിലിട്ടിരിക്കുന്നത്. ആർത്തിയാണ്, കുറുക്കു വഴിക്ക് കാര്യങ്ങൾ നേടാനുള്ള ആർത്തി. പ്രിയപ്പെട്ടവരെ, സത്യം വെട്ടിയിട്ടുള്ള പ്രയാണം തോൽവിയാണത്. ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. സത്യം വെട്ടിയിട്ടുള്ള ഒരു നിലപാടും ദൈവമക്കൾക്ക് കാമ്യമല്ല. സത്യത്തെ അറിഞ്ഞവർക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല. ദൈവവചനം ഉപയോഗിച്ച് ആരെയെങ്കിലുമൊക്കെ കബളിപ്പിക്കുന്നവരും തിരിച്ചറിയണം, സത്യവുമായി അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. ചിലരൊക്കെ പറയുന്നു, ഞാൻ സത്യമായിട്ടും സുവിശേഷമാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പറയുന്ന വശീകരണ വാക്കുകൾ കേട്ടിട്ട് എല്ലാം മറന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടിയതാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ സകല സമ്പാദ്യങ്ങളും അയാൾ കൈവശപ്പെടുത്തി. ദൈവമക്കളെ, അയാളൊരു വഞ്ചകനായിരുന്നു. സത്യവുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല. നമ്മുടെ ജീവിതത്തെ നാം നന്നായിട്ട് പരിശോധിക്കണം. സത്യത്തിൻ്റെ പക്ഷത്ത് നാം നിൽക്കണം. നാം ഒരാളെ വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കും മുമ്പ് അയാൾ സത്യത്തിലാണോ നിൽക്കുന്നതെന്ന് നാം വിലയിരുത്തി നോക്കണം. ഒരാളെ നന്നായിട്ട് നിരീക്ഷിക്കാതെ അയാളുമായിട്ടൊരു കൂട്ടുകച്ചവടത്തിന് ഇറങ്ങരുത്. ഒരാളെ നന്നായി നിരീക്ഷിച്ച് ബോധ്യപ്പെടാതെ അയാളുടെ വശീകരണ തന്ത്രങ്ങളിൽ കുടുങ്ങരുത്. മധുരമായി സംസാരിപ്പാൻ കഴിവുള്ള ചില ആളുകൾ, ദൈവവചനമൊക്കെ വളരെ മനോഹരമായി പരാമർശിക്കാൻ കഴിവുള്ള ചില ആളുകൾ ചില വേഷങ്ങളൊക്കെ കെട്ടി നമ്മുടെ വീടുകളിൽ കയറി നല്ലൊരു പ്രാർത്ഥനയൊക്കെ നടത്തി ചില വിഷനൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാളുടെ മുമ്പിൽ പായ വിരിക്കാനും മുട്ടുമടക്കാനും നിൽക്കട്ടെ.
ആ ആളുടെ ലാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ ആളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. അയാൾ കുറുക്കു വഴികളുമായി നിങ്ങളെ ചൂഷണം ചെയ്യാൻ വന്ന കുറുക്കനാണോ എന്ന് പരിശോധിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ദൈവമക്കൾ കുറേ കൂടെ കുശാഗ്രബുദ്ധി കാണിക്കണം. അവിടെയാണ് കർത്താവ് പറഞ്ഞ പാഠം നമുക്ക് പാകമാകേണ്ടത്. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഇന്ന് പ്രാവിനെ പോലെ നിഷ്കളങ്കത മാത്രമുണ്ടായാൽ നിനക്കനുഭവിക്കാനുള്ളത് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി അനുഭവിക്കും. പാമ്പിനെ പോലെ ബുദ്ധി മാത്രമുണ്ടായാൽ ഒരിക്കലും നിനക്ക് ദൈവരാജ്യത്തിലെത്താനും പറ്റില്ല. ഇത് രണ്ടും സമ്മേളിക്കണം ദൈവമക്കൾ. അപ്പോഴാണൊരു ദൈവ പൈതൽ ലക്ഷ്യം കണ്ടെത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇതേ വചനത്തിൽ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനും ആകുന്നുവെന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളത് കേട്ട് കഴിഞ്ഞതാണ്. ജീവനാകുന്നവൻ, ജീവൻ പകരുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, അവനാണ് കർത്താവ്. ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവനുണ്ട്. ക്രിസ്തു ഉള്ളവർക്ക് ജീവനുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് ജീവനില്ല. ക്രിസ്തുവിനെ കൂടെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം. ഞാനാണ് ജീവൻ. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്യാനാകും. ഞാൻ കൂടെ ഇല്ലെങ്കിൽ, ഞാൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ നിർജ്ജീവരാണ്. യഥാർത്ഥത്തിലൊരു ദൈവ പൈതലിൻ്റെ ജീവനും നിലനിൽപ്പും കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ജീവനാകുന്നുവെന്ന് എത്രയോ വട്ടം കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ നിത്യജീവനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, ഞാൻ നിത്യജീവൻ്റെ അപ്പമാണ്. ഇങ്ങനെ കർത്താവ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ എത്രയോ വട്ടം താൻ ജീവനാകുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവനാകുന്നവൻ, നിത്യജീവനാകുന്നവൻ, മരണമില്ലാത്തവൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, ജീവിപ്പിക്കുന്നവൻ, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നാൽ പിന്നെ നാം ഒരിക്കലും പരാജയപ്പെടില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ വഴിയറിയാത്തവർക്ക് വഴിയാകുന്നവന് തിരിച്ചറിഞ്ഞ് അവനാകുന്ന വഴിയിലൂടെ നടന്ന് അവനാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് പരമാനന്ദത്തിൽ പ്രവേശിക്കണം. സത്യമാകുന്നവനെ സത്യമായും തിരിച്ചറിഞ്ഞ് സത്യമായവനിലേക്ക് ഒത്തുചേർന്നിട്ട് സത്യത്തിൻ്റെ വക്താക്കളായി സത്യത്തിൽ ജീവിച്ച് സത്യത്തിൻ്റെ പരിപൂർണതയിൽ സത്യമായവനെ പ്രാപിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. ജീവനാകുന്നവനെ തിരിച്ചറിഞ്ഞ് ജീവനാകുന്നവനെ ജീവനായി സ്വീകരിച്ച് അവന് സ്വന്തം ജീവൻ സമർപ്പണം ചെയ്ത് എൻ്റെ ജീവൻ ഞാനല്ല നീയാണ് തമ്പുരാനെ എന്ന് പറഞ്ഞ് ജീവനാകുന്നവൻ്റെ ജീവനായി മാറിയിട്ട് ആമേൻ അവൻ്റെ ജീവനിലേക്ക് നമ്മുടെ ജീവനെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ കർത്താവിലേക്കാണ് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ വഴികളും എല്ലാ പ്രതീക്ഷകളും ചെന്ന് ചേരേണ്ടത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഭൗമലോകത്തിൻ്റെ മാസ്മരീകമായ വലയത്തിൽ നിന്ന് പുറത്തു കിടന്നിട്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് സത്യത്തോടൊപ്പം സഞ്ചരിച്ച് ജീവൻ്റെ മോക്ഷത്തിലെത്തുവാൻ, ഒരിക്കലും മരിക്കാത്ത നിത്യജീവൻ്റെ ഉടമകളായി തീരുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. നിങ്ങൾ വഴി അറിയാത്തവരെങ്കിൽ വഴി ഞാനാണ്. എന്നെ അറിഞ്ഞാൽ നിങ്ങൾക്ക് വഴി അറിയുവാൻ കഴിയും. സത്യമാകുന്നവനെ സത്യമായും ഉൾക്കൊണ്ട് സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവനാകുന്നവനെ, ജീവനാകുന്ന നിന്നെ ജീവനായി പ്രാപിച്ചു ജീവനിലൂടെ നിത്യജീവനിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവല്ലാതെ ഞങ്ങൾക്ക് വേറൊരാശ്രയമോ അഭയമോ ലക്ഷ്യമോ ഇല്ല കർത്താവേ. നിന്നിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ലക്ഷ്യം കണ്ടെത്തുവാൻ സഹായിക്കണം. ഞങ്ങളെ വളരെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം. മഹത്വം തമ്പുരാൻ എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.